വീണ്ടും ഒരു പടം വരപ്പ് വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഒരു ആർട്ടാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വരയ്ക്കാനുള്ള സ്കെച്ച് ബുക്കൊക്കെ എടുത്ത് ബോർഡറൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഒരു പേസ്റ്റൽ കളർ സ്റ്റോംസിൻ്റെ ബ്രഷ് പെന്നാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള പേസ്റ്റൽ കളറാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ഇതേപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് അതിനുള്ളിൽ കളർ ചെയ്ത് ഒരു കളർ ഫിൽ ചെയ്ത് കൊടുക്കണം. ഒരു മേഘം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ വരച്ച് കൊടുക്കണം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യും. ഞാൻ ഇവിടെ പിങ്ക് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് യെല്ലോയോ അല്ലെങ്കിൽ ബ്ലൂവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേസ്റ്റൽ കളർ വെച്ചിട്ട് ഇത് വരയ്ക്കാം. എന്നിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തോട്ട് ഫ്ലവേഴ്സ് വരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് ജെൽ പേനയാണ് യൂസ് ചെയ്തത്. ബ്ലാക്ക് ജെൽ പേന യൂസ് ചെയ്തിട്ട് ആദ്യം ലൈൻസ് ഇങ്ങനെ ഒരു ഫ്ലവർ വരയ്ക്കാനായിട്ട് ഇതുപോലെ ലൈൻസ് കൊടുത്തിട്ട് ഈ കാണുന്ന പോലെ വരയ്ക്കണം. ജെൽ പേന യൂസ് ചെയ്തത് ഇതിൻ്റെ മേളിലോട്ട് ബാക്കി ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യുമ്പോൾ അത് സ്പ്രെഡായിട്ട് പോകുന്നുണ്ട്. നമ്മൾ അതിൻ്റെ താഴെ ലെയറായിട്ട് വരച്ചേക്കുന്ന കളറിലെ ബ്രഷ് പെൻ വെച്ചിട്ട് അപ്പോൾ അതിനകത്തോട്ട് വീണ്ടും നമ്മൾ കളേഴ്സ് തന്നെ യൂസ് ചെയ്താൽ കുറച്ചും കൂടി സ്പ്രെഡായി പോവും. അതുകൊണ്ടാണ് ജെൽ പേന യൂസ് ചെയ്ത് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഫ്ലവർ, അതായത് ഇങ്ങനെ വര വരച്ചിട്ട് നമ്മളത് ഫ്ലവറാക്കി എടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ ഓരോ വരയുടെ മുകളിലും നമുക്കിനി ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു കണക്ടർ പെന്നാണ് യൂസ് ചെയ്തത്. കണക്ടർ പെൻ യൂസ് ചെയ്ത് ഓറഞ്ചും റെഡ് ഷെയ്ഡ്സിലും ഉള്ള കളേഴ്സ് വെച്ച് അവിടെ ഇവിടെയായിട്ട് ഞാൻ ഒരു ലൈനിൻ്റെ മണ്ടയ്ക്കായിട്ട് മുകളിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ചും റെഡുമാണ് യൂസ് ചെയ്തത്. പക്ഷേ നമുക്ക് ഈ പടത്തിനകത്ത് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇനി നമ്മൾ ലീഫ് വരയ്ക്കണം. ലീഫ് വരയ്ക്കാനായിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ലീഫ് വരയ്ക്കുന്നത്. ഇത് വരയ്ക്കാനും ബ്ലാക്ക് ജെൽ പേനയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ വരച്ചേക്കുന്ന ലൈൻസ് ഒന്നും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്യാൻ, അതിൻ്റെ സ്റ്റെമ്മും അതിൻ്റെ ലീഫും ഒന്ന് ഡാർക്കൻ ചെയ്ത് വരയ്ക്കും. നമ്മൾ ഇതിനകത്ത് സ്കെച്ചോ മറ്റ് പെന്നോ യൂസ് ചെയ്യാത്തത് ഈ താഴത്തെ ഇത് ഒന്നും കൂടി സ്പ്രെഡായി പോകും അതുകൊണ്ടാണ് നമ്മൾ ഈ ജെൽ പേന യൂസ് ചെയ്ത് വരച്ചിട്ട് അതൊന്നും കൂടി ഡാർക്കൻ ചെയ്യുന്നത്. ഒന്നും കൂടി അത് എടുത്തറിയാൻ വേണ്ടിയിട്ടാണത് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വരച്ചിട്ടുള്ള എല്ലാ സ്റ്റെമ്മും എല്ലാ തണ്ടും ഇലയും നമ്മളിതുപോലെ ഡാർക്കൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും, അതായത് ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ വേഗത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോമാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഇത് വരച്ച് തീരുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു ഫ്ലോറൽ പാറ്റേൺ, ഒരു ചെടി ഒക്കെ നിൽക്കുന്ന പോലെ, ചെടിക്കകത്ത് പൂവൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു രൂപം നമുക്കിത് തെളിഞ്ഞു വരും. പക്ഷേ ഇത് ഒരു മണിക്കൂറിന് താഴെയൊക്കെ ടൈമേ എടുക്കത്തുള്ളൂ. മറ്റേ ഡൂഡിൽ ആർട്ടിൻ്റെയൊക്കെ കൂട്ട് അത്രയും ടൈം കൺസ്യൂമിങ് അല്ല. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.